ഇവിടെ പറയുന്ന ഒരു കാര്യം ചില ആരെയോ പരിശീലിപ്പിക്കേണ്ടതിനെ കുറിച്ചാണ് പറയുന്നത്, അഭ്യസിപ്പിക്കേണ്ടതിനെ കുറിച്ചാണ് പറയുന്നത്, പഠിപ്പിക്കാനല്ല പറയുന്നത്. ട്രെയിനിങ്ങും ടീച്ചിങ്ങും രണ്ടും രണ്ടാണല്ലേ? എന്താ വ്യത്യാസം ഇത് തമ്മിലുള്ള? ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പറയുന്നത് പോലെ പഠിപ്പിച്ചാൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, അതാണ് ടീച്ചിങ്. ട്രെയിനിങ് ആകുമ്പോഴോ പറ കാണിച്ചു കൊടുക്കണം അല്ലേ? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കേണ്ടത് ആരൊക്കെയാണ്? നിങ്ങൾ പറ. നമ്മൾ പകൽ ചെയ്തതുപോലെ ചോദ്യങ്ങളൊക്കെ ഇടയ്ക്ക് ചോദിക്കാം. ആരാണ് പഠിപ്പിക്കേണ്ടത്, പരിശീലിപ്പിക്കേണ്ടത്? ആദ്യമായിട്ട് മാതാപിതാക്കൾ തന്നെയാണ്. പിന്നെ ആരാണ്? ടീച്ചേഴ്സാണ്. പിന്നെ ആരാണ്? അതാദ്യം വരേണ്ടതാണ്, എന്നിട്ട് ടീച്ചേഴ്സ് വരത്തുള്ളൂ. സൺഡേ സ്കൂൾ ടീച്ചേഴ്സും പാസ്റ്റേഴ്സും ഒക്കെ തന്നെയാണ് അഭ്യസിപ്പിക്കേണ്ടത്. പിള്ളേർ നേരെ ചൊവ്വ വന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അപ്പം എന്താരും മിണ്ടാത്ത? ഇതുവരെ ഉത്തരം പറഞ്ഞായിരുന്നു, നിങ്ങളെന്താ മിണ്ടാത്ത? എന്താ കൊച്ചു നന്നായില്ലെങ്കിൽ അപ്പനമ്മയും പറഞ്ഞാൽ മതി. എല്ലാം ജനറലൈസ് ചെയ്ത് പറയല്ല, അങ്ങനെ ചിന്തിക്കരുത്. ഇതിനൊക്കെ എക്സംഷൻസ് കാണുമായിരിക്കാം. എങ്കിലും മക്കൾ നേരെ ചൊവ്വേ വന്നില്ലെങ്കിൽ ഒരു പരിധിവരെ മാതാപിതാക്കൾ ഉത്തരവാദികളാണ്. വളരെ നല്ല മാതാപിതാക്കളുടെ മക്കൾ വഴിതെറ്റി പോയിട്ടുണ്ട്, അതിനൊക്കെ വേറെ കാരണങ്ങൾ കാണും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇൻ ജനറൽ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് തന്നെയാണ്. പിന്നെ ദൈവദാസന്മാർക്കാണ്, സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനാണ്. ഇവിടെ നിങ്ങൾ പലരും സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ആയിരിക്കുമെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഗൈഡ് ചെയ്യുന്നവരായിരിക്കും എനിക്കറിയാം. വളരെ ശ്രദ്ധിക്കണം, നിങ്ങളാണ് അവരെ പരിശീലിപ്പിക്കേണ്ടത്, നിങ്ങളിലാണ് കർത്താവ് ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വീട്ടിലെ എൽഡേഴ്സ്, ഗ്രാൻഡ് പേരൻസ് ആണെന്നുണ്ടെങ്കിലും ജ്യേഷ്ഠന്മാരാണെന്നുണ്ടെങ്കിലും അവർക്കൊക്കെ ആ ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട്. അപ്പം ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. ട്രെയിൻ നോട്ട് ടീച്ച്. പഠിപ്പിക്കുകയല്ല, പരിശീലിപ്പിക്കുകയാണ് വേണ്ടത്. കാരണം പലപ്പോഴും നമ്മളുടെ പ്രശ്നം, നമ്മൾ പിള്ളേരെ പഠിപ്പിക്കാനാണ് നോക്കുന്നത്, ഒരു കാലത്തൊരു പഠിക്കില്ല. കാരണം എന്താ? അവർ നമ്മളീ പഠിപ്പിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അവർ കാണുന്നില്ല. അവിടെയാണ് പ്രശ്നം. ഇവരെ സംബന്ധിച്ചിടത്തോളം, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ എല്ലാ തെറ്റുകൾക്കും മാതാപിതാക്കളെ കുറ്റം പറയാമെന്ന് വിചാരിക്കേണ്ട. അതല്ല ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. ഒരു വലിയ ഉത്തരവാദിത്വത്തെക്കുറിച്ച് സഭയോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ സഭയിൽ, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ദൈവനാഥനായിട്ടുള്ള കുടുംബങ്ങളിൽ മാതാപിതാക്കൾക്കും ദൈവനാഥനായിരിക്കുന്ന സഭയിൽ സഭ നടത്തുന്ന ദൈവദാസന്മാർക്കും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും എല്ലാം ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇവർ ജീവിതത്തിൽ പിഴച്ചു പോയാൽ അതിന് വലിയൊരു ഉത്തരവാദിത്വം പഠിപ്പിക്കുന്ന നമ്മൾക്കായിരിക്കും. കാരണം നമ്മൾ മാതൃകകളാകുവാൻ കഴിയാതെ പോയതുകൊണ്ടാണ്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അത് വൃദ്ധനായാലും അവനെ വിട്ടുമാറുകയില്ല. ഈ ട്രെയിനിങ് എന്ന വാക്കിനെ ഇംഗ്ലീഷിൽ, ഞാൻ ഗ്രീക്ക് പദങ്ങൾ നോക്കിയായിരുന്നു, പക്ഷേ ഈ ട്രെയിനിങ് എന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം ഒരു ചെടി അത് വളരേണ്ട ആകൃതിയിലേക്ക് അതിനെ ഡെവലപ്പ് ചെയ്യുന്നതിനാണ് ഈ ട്രെയിനിങ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക്, അഥവാ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഷേപ്പിലേക്ക്, ഒരു എൻഡിലേക്ക് ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ ട്രെയിനിങ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രെയിനിങ്ങിന് രണ്ട് പാർട്ടുണ്ട്. ഒന്ന് ടീച്ചിങ് ഉണ്ട്, മറ്റേന്താണ്? ഡെമോൺസ്ട്രേഷനുണ്ട്. ബാലനെ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിക്കാനായിട്ട് ടീച്ചിങ് അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, അവനെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യവും കൂടിയുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ടീച്ച് ചെയ്യേണ്ടത്. നമുക്കെല്ലാം അറിയാം ദൈവവചനമാണ് ടീച്ച് ചെയ്യേണ്ടതെന്നറിയാം. പക്ഷെ പ്രശ്നം, ദൈവവചനം അത് കലർപ്പില്ലാത്ത ദൈവവചനമാണോ എന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പ്രസംഗിച്ചാലും, ജിജി പാസ്റ്റർ പ്രസംഗിച്ചാലും, കാൽബി പ്രസംഗിച്ചാലും, ആര് പ്രസംഗിച്ചാലും നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഇത് ദൈവത്തിൻ്റെ വചനം, അതിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം അനുസരിച്ച് തന്നെയാണോ എന്നെ പഠിപ്പിക്കുന്നത്? ബെരോവയിലുള്ളവർ തെസ്ലോനിക്കിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം കേൾക്കുക മാത്രമല്ല, അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചും പോന്നു. നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഒറ്റ ജീവിതമേ ഉള്ളൂ, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നീട് അവരങ്ങനെ പഠിപ്പിച്ചു, ഇവരിങ്ങനെ പഠിപ്പിച്ചു, ഞങ്ങളോട് ഇങ്ങനെയാണ് പറഞ്ഞത്. ഒറ്റ ജീവിതമേ ഉള്ളൂ. എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ, കുഞ്ഞുങ്ങളോടും വലിയവരോടും, നമുക്കൊറ്റ ജീവിതമേ ഉള്ളൂ. ഡോണ്ട് മെഡിൽ വിത്ത് ദാറ്റ്. അത് വെച്ച് കളിക്കരുത്. ആരെങ്കിലും പഠിപ്പിക്കുന്നത് കേട്ട് എൻ്റെ ജീവിതം അതനുസരിച്ച് ഓടിച്ചു കൊണ്ടുപോകാനുള്ളതല്ല. ആദ്യകാലങ്ങളിൽ ഞാൻ രാവിലെ ഓർപ്പിച്ചതുപോലെ, ആദ്യകാലങ്ങളിൽ അഥവാ ദൈവവചനത്തിൻ്റെ ആധികാരികതയിൽ നിന്നുള്ള സന്ദേശങ്ങൾ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണിത്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, വി മേജർ ഓൺ മൈനേഴ്സ്.
ചെറിയ കാര്യങ്ങളിൽ നമ്മൾ മേജറാകുകയാണ്, അതിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുകയാണ്. വി മേജർ ഓൺ മൈനേഴ്സ്. ചെറിയ കാര്യങ്ങൾ ഇന്ന് നമുക്ക് വലുതാണ്. നമ്മളെ ഒട്ടകങ്ങളെ വിഴുങ്ങുകയും കൊതുകിനെ അരിച്ചെടുക്കുകയും ചെയ്യുകയാണ്. അതായത് ഏറ്റവും ദൈവവചനവും ദൈവാത്മാവും ചെറുതായി കാണുന്ന കാര്യങ്ങൾ ഇന്ന് വലുതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് വലുതായി കണ്ട കാര്യങ്ങൾ ഇന്ന് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്ന ദൈവവചനം, നാം പഠിക്കുന്ന ദൈവവചനം വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം അത് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ഈ റൂമിനേഷൻ എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് മൃഗങ്ങൾക്ക്, അയവിറക്കുക എന്ന് പറയും. നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രായമായവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കുറേ കാലം പാലക്കാടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ വീടിന് അടുത്തും ഉള്ള വീടുകൾ, ഞങ്ങളുടെ വീട്ടിലും പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ തീറ്റി കൊടുത്ത് വളർത്തുന്നതാണ്. പക്ഷേ മറ്റുള്ള പശുക്കളെ അവിടെ കാട്ടിലേക്ക് പറഞ്ഞു കൊടുത്ത പശുക്കളാണ്. വൈകുന്നേരം കാട്ടിലേക്ക് രാവിലെ പറഞ്ഞു വിടും, ആൾക്കാർ കൊണ്ടുപോകും, മേയിച്ച് തിരിച്ചു കൊണ്ടുവരും. ഇപ്പം ഈ പശുക്കളുടെ തൊഴുത്തുകളിൽ ഞങ്ങൾ രാവിലെ ചെല്ലും, കൂട്ടുകാരുടെ പശുക്കളുടെ തൊഴുത്തുകളിൽ. എന്തിനാണെന്നറിയാമോ? അവിടെ നല്ല രസമുള്ള ഈ നട്ട്സ് അതിൻ്റെ ആ പുൽത്തൊട്ടികളിൽ കിടപ്പുണ്ടായിരിക്കും. ബദാമിൻ്റെ കാ കാണും, താന്നിക്ക കാണും. ഇത് എവിടെ നിന്ന് വരുന്നറിയാമോ? ഈ പശു ഇതെല്ലാം കൂടെ ഈ കാട്ടിലേക്ക് വിടുന്ന പശുക്കളെ അവിടെ പോയി ഒറ്റയടിക്കുക. കാരണം ഈ മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഇതെല്ലാം വെട്ടി വലിച്ച് തിന്നും. എന്നിട്ട് വന്നു കഴിയുമ്പം പുള്ളി അവിടെ കിടന്നിട്ട് നല്ലപോലെ ഇത് റൂമിൻ്റെ അകത്തുനിന്ന് തിരിച്ചെടുക്കും, വായിലേക്ക് വലിച്ചെടുങ്ങനെ ചവച്ചുകൊണ്ട് കിടക്കും. കുറേ സമയം, വൈകുന്നേരം 6-7 മണി വരെ പുള്ളി ചവച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കും. എന്നിട്ട് വായിൽ ദഹിക്കാതെ വരുന്ന ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം തുപ്പിക്കളയും. അത് ഉപയോഗിക്കുന്ന കുഴപ്പമില്ല, കാരണം ഹാർഡ് ഷെല്ലാണല്ലോ. ഞങ്ങളെടുത്ത് കഴുകി പൊട്ടിച്ചകത്ത സാധനമൊക്കെ എടുക്കും. ദഹിക്കാത്തതും ചേരാത്തതും എല്ലാം തുപ്പിക്കളയും. ഇന്ന് രാത്രിയും പോയിട്ട് ഞാൻ പറയുന്നത് ദൈവത്തിന് നിരക്കാത്തതൊക്കെ തുപ്പിക്കളഞ്ഞോണം. ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമാണ്. കേൾക്കുന്ന വചനം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ദൈവവചനത്തിന് യോജിച്ചു പോകുന്നില്ല എങ്കിൽ തുപ്പിക്കളയണം. എന്തൊക്കെ പ്രകടനങ്ങൾ ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് കാണിച്ചാലും, എന്തെല്ലാം രീതിയിൽ നിങ്ങൾ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചാലും, അത് ദൈവവചനത്തിന് ഇതിൻ്റെ ആധികാരികതയ്ക്ക് നിരക്കാത്തതാണെങ്കിൽ റിജക്റ്റ് ചെയ്തോണം. ജീവിതം നിങ്ങളുടേതാണ്. വീണ്ടും ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് പഠിപ്പിക്കേണ്ടത് ദൈവവചനം, നിർമ്മലമായ ദൈവവചനമാണ്. പഴയ നിയമത്തിലെ കൽപ്പനകൾ, പ്രധാനമായ കൽപ്പനകൾ 10 നമുക്കറിയാം അല്ലേ? എന്നാൽ ആദ്യത്തെ 5 പുസ്തകങ്ങളിൽ അതുകൂടാതെ 600ഓളം കൽപ്പനകളുണ്ട്. പുതിയ നിയമത്തിൻ്റെ കൽപ്പനകളുണ്ടോ? പുതിയ നിയമത്തിൻ്റെ കൽപ്പനകൾ ഏതൊക്കെയാണ്? പഴയ നിയമം പുതിയ നിയമം ഒന്നാണെങ്കിലും നമുക്ക്, നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണോ? പുതിയ നിയമ കൽപ്പനകൾ എന്ന് പറയത്തക്കതായിട്ട് എത്ര കൽപ്പനകളാണ് ഉള്ളത്? 1-2 പേരൊക്കെ ശരിയായിട്ട് പറഞ്ഞത്. ബാക്കിയുള്ളവരൊക്കെ എന്നെ ചൂണ്ടനക്കി, അതായത് ചില അറിയാം എന്നാൽ അറിയത്തില്ല എന്നുള്ള രീതിയിൽ. 2 കൽപ്പനകൾ. ഏതൊക്കെയാണ് 2 കൽപ്പനകൾ? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ. നമുക്ക് അവിടെ തപ്പാ, കാരണം കേട്ടിരിക്കുന്നവനെ ആരാധിക്കണമെന്നാണ്. പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കണം. ബൈബിളിൽ അങ്ങനെ വാക്യമൊന്നുമില്ല കേട്ടോ. നമ്മളത് എളുപ്പവഴി കണ്ടെത്തിയിരിക്കുന്നതാണ്. സ്നേഹം മാറ്റി ആരാധന ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ദൈവത്തെ ആരാധിച്ച് അങ്ങനെ ആരാധിക്കാനായിട്ട് കർത്താവ് പറയുന്നില്ല. ഓക്കെ, നമ്മുടെ ശക്തിയോടെ കൈയടിച്ച് ഒക്കെ ദൈവത്തെ സ്തുതിക്കണം, അതൊക്കെ വേറെ കാര്യം. പക്ഷേ കൽപ്പനയ്ക്കകത്തതില്ല. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ കർത്താവിനെ സ്നേഹിക്കണം. അതിന് കണ്ടമാനം വില കൊടുക്കണം. നമ്മൾ രാവിലെ അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. എൻ്റെ പരമാനന്ദമായ ദൈവം, എൻ്റെ എല്ലാമായ ദൈവം, എൻ്റെ പ്രയോറിറ്റികളെല്ലാം തട്ടിമാറ്റുന്ന ദൈവം, അതിൻ്റെ എല്ലാം മുകളിൽ രാജാതിരാജാവായി സോവറിൻ ഗോഡായിട്ട് നിൽക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ ആണ് ഞാൻ സ്നേഹിക്കുന്നത്. ആ ദൈവത്തെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത്. എല്ലാമായിട്ട് ഒരു മനുഷ്യനും മറ്റൊരു വ്യക്തിയെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കാൻ പറ്റില്ല. അതിൻ്റെ ആഴമൊക്കെ പഠിപ്പിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൂർണ്ണ ശക്തിയെന്നും പൂർണ്ണ ആത്മാവെന്നും പൂർണ്ണ ഹൃദയം, പൂർണ്ണമാണ്. പൂർണ്ണ ഹൃദയമെന്നും പൂർണ്ണ മനസ്സെന്നും ഒക്കെ പറയുന്നതിന് ആഴം അളക്കാൻ പറ്റാത്തതാണ്. കർത്താവ് പറയുകയാണ്, നിന്നേക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കണം. ആ വാക്കിൻ്റെ അർത്ഥം അതാണ്. സ്നേഹം എന്ന വാക്ക് തന്നെ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ്. ലവ് എന്ന വാക്ക് സാധാരണ പിള്ളേരോടൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ഐ ലവ് യു എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പറയാറുള്ളൂ അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ് ഈ ഐ ലവ് യു എന്ന് പറയുന്നതിൻ്റെ? ഒരു ചെറുപ്പക്കാരി പെൺകൊച്ചിനോട് പറയുകയാണ് ഐ ലവ് യു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നിന്നെ കാണാൻ കൊള്ളാം, നിനക്ക് നന്നായിട്ട് പാട്ട് പാടാൻ അറിയാം, നീ പഠിക്കാൻ മിടുക്കനാണ്,
നിൻ്റെ അപ്പൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു കാര്യം, എന്തെങ്കിലും ഒരു കാരണം കാണും, അതുകൊണ്ട് എനിക്ക് നിന്നെ വേണം. ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അത്രയേ ഉള്ളൂ. എനിക്കെന്തോ നിൻ്റെ കുറേ നല്ല കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അല്ല ചീത്ത ആൾക്കാരെ ആരെങ്കിലും പോയിട്ട് ഐ ലവ് യു എന്ന് പറയും, ഒന്നും പറയില്ല. എന്തൊക്കെയോ നന്മകളൊക്കെ കണ്ട ഒരാളെ പോയി പറയുകയാണ് ഐ ലവ് യു. നല്ലതെല്ലാം എൻ്റേതാകണം എന്നുള്ളത് സ്നേഹമാണോ സെൽഫിഷ്നെസ് ആണോ? അപ്പം അവിടെ തെറ്റുകയാണ് കാര്യങ്ങൾ. നമ്മൾ സ്നേഹമായി കാണുന്നതല്ല യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. എനിക്ക് പരിചയമുള്ളൊരു സുഹൃത്തുണ്ടായിരുന്നു. സുഹൃത്തിനെ കുറച്ച് പ്രായമായതിനു ശേഷമാണ് ഒരു കല്യാണാലോചന ക്ലാസ്മേറ്റ് പറഞ്ഞാൽ വളരെ റിസർച്ച് ചെയ്യുന്ന സമയത്താണ് അതിന് വന്നപ്പം എല്ലാവരും പറഞ്ഞു നീ അപ്പം പിന്നെ കല്യാണം കഴിച്ചാൽ നല്ലതായിരിക്കും. അവസാനം വീടുകളൊക്കെ യോജിക്കുന്ന വീടുകളാണ്. അവസാനം ആ പെൺകുട്ടി ആ വീട്ടിൽ പ്രപ്പോസ് ചെയ്തു. പ്രേമമൊന്നുമല്ല, മാന്യമായിട്ടുള്ള കല്യാണം ആലോചിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഈ പയ്യനോട് പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ പറയാൻ വേണ്ടി പോവാണ് കല്യാണത്തിൻ്റെ കാര്യം. പിള്ളേരൊക്കെ പറയുന്നു നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് പറയുന്നു. എനിക്കും തോന്നുന്നുണ്ട്. 10-26 വയസ്സായിട്ട്, അതിന് മുമ്പൊന്നും അല്ല, 26-27 വയസ്സുള്ള സമയത്താണ് പറയും. ഞാൻ വീട്ടിൽ നിന്ന് പറയാം, നിൻ്റെ വീട്ടുകാർക്ക് സമ്മതം, എനിക്ക് സമ്മതമാണെങ്കിൽ നിൻ്റെ വീട്ടുകാരൊന്ന് കണ്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞപ്പം ആ പയ്യൻ പറഞ്ഞത്, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല, എനിക്ക് നിന്നെ ഇഷ്ടമൊക്കെയാണ്. അപ്പം ആ പെൺകുട്ടി അങ്ങ് അവിടെ വിഷമിച്ചു. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, നിനക്ക് മനസ്സിൽ വേറെ ആരെങ്കിലും കാണും, അല്ലെങ്കിൽ എന്നെ പറ്റില്ലായിരിക്കും അല്ലേ, അത് കുഴപ്പമൊന്നുമില്ല എന്ന്. അതാണ് മരം ചുറ്റി പരിപാടിയൊന്നുമല്ല, വളരെ സോബറായിട്ടുള്ള കല്യാണാലോചന പെൺകുച്ചി പറഞ്ഞതേ ഉള്ളൂ. അവൻ പറഞ്ഞ വാക്കിങ്ങനെയായിരുന്നു, ഞാൻ നിന്നെ വളരെ സ്നേഹിക്കുന്നുണ്ട്, നീ ഭയങ്കര മിടുക്കിയാണ് കാര്യങ്ങൾക്കൊക്കെ ചെയ്യാനായിട്ട്, എന്നേക്കാൾ യോഗ്യനായ ഒരു മനുഷ്യനായിരിക്കണം നിൻ്റെ ഭർത്താവ്. അതാണ് സ്നേഹം. ഞാൻ ഏറ്റവും സ്നേഹിച്ചിട്ടും നല്ലതാണെന്ന് തോന്നിയിട്ടും അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്നേക്കാൾ നല്ലൊരുവനായിരിക്കണം നിന്നെ വിവാഹം കഴിക്കേണ്ടത്, എന്നേക്കാൾ യോഗ്യനായിരിക്കണം നിന്നെ വിവാഹം കഴിക്കണം, കാരണം ഞാൻ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നു. അതാണ് സ്നേഹമെന്ന് പറയുന്നത്. ഇവിടെയും കർത്താവ് സ്നേഹത്തെക്കുറിച്ച് അതാണ് ഉദ്ദേശിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ എല്ലാം നഷ്ടമാക്കി ഞാൻ അങ്ങയെ സ്നേഹിക്കാൻ തയ്യാറാവുകയാണ്. നമ്മൾ ആദ്യമായിട്ട് പഠിപ്പിക്കേണ്ടത് ഇതാണ്. പഠിപ്പിക്കുകയല്ല, നിങ്ങൾ പഠിപ്പിക്കുന്ന ആരെങ്കിലും കാണുമല്ലോ ഇവിടെ. ആരാ പഠിപ്പിക്കുന്ന? എന്നിട്ട് എന്തായാലും പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് അതിനോട് ചോദിച്ചാൽ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ക്ലാസ്സിൽ പോകുമ്പോൾ പിള്ളേരെ പഠിപ്പിക്കുമ്പം അവിടെ ആരെ ആദ്യം പഠിപ്പിക്കുന്നത്? ആരാ പഠിക്കുന്നത്? ആദ്യം പഠിക്കേണ്ടത് ആരാ? അനറ്റ് തന്നെ പഠിക്കണം അല്ലേ? അനറ്റ് പഠിക്കാതെ പിള്ളേരെ പഠിപ്പിച്ച് എങ്ങനെ ഇരിക്കും? നമ്മുടെ പ്രശ്നം അതാ, നമുക്ക് പഠിക്കണ്ട, നമുക്ക് ബാക്കിയുള്ളവരെ പഠിപ്പിച്ചാൽ മതി. ആദ്യം പഠിപ്പിക്കേണ്ട ആൾ ആദ്യം പഠിക്കണം, അത് നന്നായിട്ട് പഠിക്കണം, എന്നിട്ട് ബാലനെ ഉപദേശിക്കാൻ പോവാം. ആദ്യം നമ്മൾ പഠിക്കണം, നമ്മളിതെല്ലാം വളരെ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഒന്നാമത് പഠിപ്പിക്കേണ്ടത് ദൈവം, ഗോഡ് ഓൾ ഇൻ ഓൾ, ക്രൈസ്റ്റ് ഓൾ ഇൻ ഓൾ, എൻ്റെ എല്ലാത്തിൻ്റെയും എല്ലാം ക്രിസ്തു, അത് ഞാൻ ആദ്യം നന്നായിട്ട് പഠിക്കണം. രണ്ടാമത്തെ കൽപ്പന എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ നീ സ്നേഹിക്കണം. നിന്റെ അയൽക്കാരനെ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇതിലേതാ വലിയ കൽപ്പന? മത്തായി സുവിശേഷം 22 പെട്ടെന്ന് വായിക്കാം. എനിക്ക് സമയമില്ല, നിങ്ങൾക്ക് സമയമില്ല. മത്തായി സുവിശേഷം 22 അധ്യായത്തിലല്ലേ പറയുന്നത്, 22:36 മുതൽ 47 വാക്കിൽ പെട്ടെന്ന് വായിക്കും. മത്തായി 22:36. ഞാൻ ബൈബിളിലേക്ക് പോകണം. ബൈബിൾ നിങ്ങൾ വായിച്ചപ്പോൾ ഞാൻ ആ പോയിന്റ്സ് നമുക്ക് നോക്കിയോട് പറയാമേ ഉള്ളൂ. ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലുത് എന്ന് ചോദിച്ചു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തതുമായ കൽപ്പന. രണ്ടാമത്തത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞത് ശ്രദ്ധിച്ചോ നിങ്ങളെ? ഇത് ഒന്നാമത്തതും വലിയതുമായ കൽപ്പന ഏതാണത്? ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കണമെന്നുള്ളത്. അടുത്ത വാക്യം പ്രശ്നം ഉണ്ടാക്കുന്ന രണ്ടാമത്തത് അതിനോട് സമം. അത് നമുക്ക് ജയിക്കില്ല. ഒന്നാമത്തെ കൽപ്പനയ്ക്ക് തുല്യമായിട്ടാണോ കൂട്ടുകാരനെ സ്നേഹിക്കേണ്ടത്? ഞാനല്ല പറയുന്ന, കർത്താവ് പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് അൺ ടു ഇറ്റ് എന്ന് പറയും. ഇംഗ്ലീഷിൽ പറയുമ്പം വേറൊരു കോണ്ടക്സ്റ്റിൽ അത് പറയുന്നെങ്കിലും പറയുകയാണ്. മലയാളം കുറച്ചും കൂടെ അത് ആപ്റ്റാണ്, ചേർന്ന് പോകുന്നത്. അതിനോട് സമമാണോ? ആദ്യത്തേത് വലുതാണ്, ഒന്നാമത്തതാണ്, ഡ്യൂ ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റത്തുള്ളൂ. രണ്ടാമത്തത് അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. പിന്നെ അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്?
ഇതാകുന്നു വലിയതും ഒന്നാമത്തതുമായ കൽപ്പന, രണ്ടാമത്തത് അതിനോട് സമം. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ? ഈ രണ്ട് കൽപ്പനകളിൽ ഈ പുസ്തകം തൂക്കിയിടാവുന്ന, ഈ രണ്ട് കൽപ്പനകളിൽ വേദപുസ്തകം തൂക്കിയിടാം. ഇംഗ്ലീഷ് എങ്ങനെ എഴുതിയിരിക്കുന്നത്? ടു ഹാങ് എന്ന് എഴുതിയിരിക്കുന്നത്. എനിക്കറിയത്തില്ല ഈ ട്രാൻസ്ലേഷൻ ഏതാണെന്ന്. ടു കമാൻഡ്മെന്റ്സ് ഹാങ്, ഹാങ് എന്ന് എഴുതിയിരിക്കുന്നത്. ഓൺ ദീസ് ടു കമാൻഡ്മെന്റ്സ് ഹാങ് ഓൾ ദ ലോസ് ആൻഡ് പ്രോഫറ്റ്സ്. ഈ രണ്ട് കൽപ്പനകളിൽ ന്യായപ്രമാണവും പ്രവാചകന്മാരും തൂങ്ങിക്കിടക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ പഠിപ്പിക്കേണ്ട, നമ്മൾ ആദ്യം പഠിക്കേണ്ട, ബാലനെ ഉപദേശിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എന്നേക്കാൾ അധികമായി സ്നേഹിക്കണം. രണ്ടാമത്, സഹോദരനെ, നീഡിയായിട്ടുള്ളവനെ എന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകൾ നാം പഠിച്ചിരിക്കണം ആദ്യം. ഇതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നതിൻ്റെ എക്സ്പ്ലനേഷൻസ് പറയാനായിട്ട് കണ്ടമാനമുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് അനലൈസ് ചെയ്താൽ മതി. ദൈവമായിരിക്കണം എല്ലാത്തിലുമെല്ലാം. എൻ്റെ ഗിവിങ്ങിൽ ഏറ്റവും മുൻപിൽ കർത്താവിൻ്റെ രാജ്യമായിരിക്കണം. രാവിലെ ഓർപ്പിച്ചതാണത്. നമ്മളൊക്കെ ടൈത്ത് പഠിപ്പിക്കുന്നത് രാവിലെ പറഞ്ഞല്ലോ. ടൈത്ത് അല്ലെന്ന് ഞാൻ രാവിലെ ഓർപ്പിച്ചല്ലോ. 10% അല്ല. രാവിലെ വരാത്തവർ രാവിലെ വന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി, സമയമില്ല. കൊടുക്കുന്നതിൻ്റെ ബെസ്റ്റ് ദൈവത്തിനായിരിക്കണം കൊടുക്കേണ്ടത്. റെസ്പെക്റ്റ് ഏറ്റവും കർത്താവിനായിരിക്കണം. സ്നേഹിക്കുന്നത് ഏറ്റവും കൂടുതൽ ഭാര്യയെ ഭർത്താവിനെ ആകരുത്. അച്ഛന് ഇഷ്ടപ്പെട്ടാലും അമ്മാമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്തായാലും ദൈവത്തെ ആയിരിക്കണം ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. ദൈവരാജ്യവുമായിട്ടുള്ള ബന്ധത്തിൽ പാർട്ണർ അല്പം പിണങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. അവർക്ക് കൊടുക്കേണ്ട സമയം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോഴും ചില അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന ഉണ്ട്. അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, ദൈവമാണ് വലിയത്. നമ്മൾ പലപ്പോഴും ദേവദാസന്മാർ, ദൈവത്തിന് വേണ്ടി അത്യാധ്വാനം ചെയ്യുന്ന ദേവദാസന്മാർ, കുടുംബത്തെ നെഗ്ലക്റ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പലപ്പോഴും നല്ല ഫാമിലി ടൈമൊക്കെ ചിലപ്പം വേണ്ടെന്ന് വെക്കേണ്ടതായിട്ട് വരാറുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടി ഓടേണ്ടി വരുമ്പോൾ നമ്മുടെ അപ്പനും അമ്മയൊക്കെ നമ്മുടെ ആഗ്രഹത്തോടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഒഴിഞ്ഞ് മാറേണ്ടതായിട്ട് വരുന്നുണ്ട്. എൻ്റെ പപ്പ 2 വർഷം മുമ്പ് മരിച്ചുപോയി. എന്നോടൊന്നും പപ്പ ചോദിച്ചിട്ടില്ല ലൈഫിൽ. പപ്പ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു, ഗവൺമെൻറ് സർവീസിൽ ആയിരുന്നു. ഒരിക്കലും ഇങ്ങോട്ട് വരികയല്ലാതെ അവർക്ക് കുറച്ച് അഭിമാനം കൂടി ഉണ്ടല്ലോ. നമ്മളെത്ര മിടുക്കന്മാരായാലും നമ്മുടെ നിന്ന് പഠിക്കുക വേണ്ട, വീട്ടിലേക്കാരും ഞാൻ നോക്കിക്കോളാം, നീ നോക്കണ്ടെന്നേ പറയുള്ളൂ. പക്ഷെ ഒരു കാര്യം എന്നോട് പപ്പ ഒരു പ്രാവശ്യം ചോദിച്ചു. ഞാനൊരു പ്രാവശ്യം പുറത്ത് എവിടെയോ ഏതോ ഒരു രാജ്യത്ത് ഞാൻ മടങ്ങി വരികയാണ്. എനിക്ക് ബോംബെയിൽ വന്നിട്ട് ഗുജറാത്തിന് പോയിട്ട് ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കണം. 3 ദിവസം ഞാൻ മാത്രമേ ഉള്ളൂ. പപ്പയ്ക്ക് പെട്ടെന്നൊരു സർജറി ആവശ്യം വന്നു. ഞാൻ പുറത്തായിരിക്കും വിവരം അറിഞ്ഞു. ഞാൻ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം പപ്പയെ വിളിച്ചു. വിവരങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നു. പപ്പയെ വിളിച്ചു പറഞ്ഞു, പപ്പ ഞാൻ എത്തിയിട്ടുണ്ട്, ബോംബെയിലെത്തി, ഞാൻ ഗുജറാത്തിന് പോകാമെന്ന് പറഞ്ഞു. എന്നോട് എടാ ഒരു കാര്യം നിന്നോട് ചോദിച്ചോട്ടെ എന്ന്. പപ്പ ചോദിച്ചോളാൻ പറഞ്ഞു. നിനക്ക് വരാമോ എന്ന് ചോദിച്ചു ഇങ്ങോട്ട്. ഞാൻ എന്ത് പറയും? നാഗപ്പട എൻ്റെ അപ്പനോട് ഒറ്റ ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ, ഒരാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, പപ്പ എനിക്ക് വരാൻ പറ്റില്ല പപ്പ. ഇന്നും എൻ്റെ കണ്ണ് നിറയും ഇത് പറയുമ്പോൾ. അപ്പം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിട്ടും എൻ്റെ ചങ്കിന് ഇന്നും മുലയ്ക്കുന്നൊരു കാര്യമാണ്. ഒറ്റ കാര്യം എൻ്റെ അപ്പം ചോദിച്ചുള്ളൂ, അതെനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, പപ്പ ഞാൻ പോയില്ലെങ്കിൽ ആ മീറ്റിംഗ് നടക്കില്ല, വേറെ ആരെയും വിളിച്ചിട്ടില്ല അവർ. എന്നാ വേണ്ട, നീ പൊക്കോളാൻ പറഞ്ഞു. നമ്മൾ ഏറ്റവും പ്രിയമായത് ചിലപ്പോൾ മാറ്റി വെക്കേണ്ടി വന്നേക്കാം. പക്ഷെ ദൈവമാണ് ഏറ്റവും വലിയത്. ഞാൻ ഇല്ലാതിരുന്നിട്ടും എൻ്റെ പപ്പയുടെ സാഹചര്യം നന്നായിട്ട് നടന്നു. പിന്നെ വർഷങ്ങളോളം താൻ ജീവിച്ചിരുന്നു. ഞാനിവിടെ വന്നിരുന്നെങ്കിൽ നന്നാകുന്നതിൽ ഉറപ്പുണ്ടോ? ഒരുറപ്പുമില്ല. ദൈവമാണ് എല്ലാത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ടത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. ഒരു അൺകണ്ടീഷണൽ ഒബീഡിയൻസ് നമുക്കുണ്ടായിരിക്കണം. അത് രാവിലെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ ഒബീഡിയൻസ് ദൈവത്തിന് മുൻപിൽ, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അൺകണ്ടീഷണൽ ഒബീഡിയൻസാണ്. ഭാര്യമാരോട് പ്രത്യേകമായി ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ഭർത്താക്കന്മാരെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ബഹുമാനിച്ചാൽ മതി. ഞങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൗണ്ട് ചെയ്യുന്നത് നിങ്ങൾ ഞങ്ങളെ കെട്ടിപ്പിടിക്കുന്നതുകൊണ്ടോ ഒമ്പ് വെക്കുന്നതുകൊണ്ടൊന്നുമല്ല, നിങ്ങൾ ബഹുമാനിക്കുന്നതുകൊണ്ടാണ്. തിരിച്ചെന്നാൽ അങ്ങനെയല്ല. ലേഡീസിന് അങ്ങനെയല്ല, നമുക്കറിയാം. അവർക്ക് സ്നേഹിക്കുന്നതാണ് വലിയ കാര്യം. എക്സ്പ്രഷൻസാണ്. മെയിൽ എപ്പോഴും, പുരുഷൻ എപ്പോഴും സ്നേഹം കൗണ്ട് ചെയ്യുന്ന ബഹുമാനത്തിനെ വെച്ചിട്ടാണ്. എന്നോട് എതിർത്ത് പറയാത്ത ഭാര്യ എന്നെ സ്നേഹിക്കുന്നതെന്ന് അപ്പോൾ തന്നെ ഞാൻ എഴുതി വയ്ക്കുകയാണ്. ഞാൻ പറയുന്ന എതിർ നിൽക്കാതെ, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിലും പബ്ലിക്കായിട്ട് എന്നെ ക്രിട്ടിസൈസ് ചെയ്യാതെ, എല്ലാം കഴിയും അച്ഛാ പറഞ്ഞത് തെറ്റിപ്പോയി കേട്ടോ, അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് പറയുന്നാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് ബഹുമാനം തരുന്നവരെ, എൻ്റെ ഒരു ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുന്നുള്ളതിന് ഉദാഹരണമാണ്, സ്നേഹിക്കുന്നുള്ളതിന് ഉദാഹരണമാണ് ബഹുമാനിക്കുക എന്നുള്ളത്.
അത് യാദൃശ്ചികമായിട്ട് ഞാൻ പറഞ്ഞു പോയതാണ്. ദൈവത്തെ നമുക്ക് ബഹുമാനിക്കാൻ കഴിയണം, എല്ലാമായിട്ട് ബഹുമാനിക്കാൻ കഴിയണം. അവൻ കൊടുക്കേണ്ട ഡ്യൂ റെസ്പെക്റ്റ് എല്ലാ കാര്യങ്ങളിലും കൊടുക്കാനായിട്ട് കഴിയും. അതാണ് ദൈവത്തെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ പൂർണ്ണശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ എന്നുള്ള പറയുന്നതിൻ്റെ അർത്ഥം. വളരെ പറയുവാനുള്ള വാക്യമാണ്, അതവിടെ കിടക്കട്ടെ. രണ്ടാമത്തത്, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. കൂട്ടുകാരനെ, അയൽക്കാരനെ, ആവശ്യമുള്ളവനെ നീ സഹായിച്ചേ മതിയാവുകയുള്ളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ വരുമാനത്തിൻ്റെ, കഴിഞ്ഞ മാസത്തെ വരുമാനത്തിൻ്റെ എത്ര ഭാഗം സാധുവിന് വേണ്ടി കൊടുത്തു? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കണം. നിങ്ങൾ കൃത്യമായിട്ട് ദശാംശം കൊടുത്തു കാണും. നിങ്ങളുടെ കയ്യിൽ വന്ന പണത്തിൻ്റെ എത്ര ഭാഗം നിങ്ങൾ സാധുവിന് കൊടുത്തു? ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യമാണത്. നിങ്ങളുടെ സമയമായിക്കൊള്ളട്ടെ, പണമായിക്കൊള്ളട്ടെ. സാധു എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ബെഗേഴ്സിന് വേണ്ടി മാത്രം നോക്കണ്ട. നമുക്കറിയാമല്ലോ, നമ്മുടെ ചർച്ചിൽ തന്നെ കാണാൻ ആവശ്യമുള്ളവരെ, നമ്മുടെ സമയം ആവശ്യമുള്ളവരെ, നമ്മുടെ ഒരു എൻകറേജ്മെൻറ്റ് ആവശ്യമുള്ളവരെ, നമ്മുടെ പണവും ആവശ്യമുള്ളവരെ, നമ്മളെക്കാൾ ലെസ് ഫോർച്ചുനേറ്റ് ആയിട്ടുള്ളവരെ. ഒന്നാമത്തെ കൽപ്പന പോലെ തന്നെയാണ് രണ്ടാമത്തെ കൽപ്പനയും. അത് ഒന്നാമത്തതിനോട് സമമാണെന്നാണ് പറയുന്നത്. മത്തായി സുവിശേഷത്തിൽ ഒരു ഭാഗം വായിക്കാം. വലിയ, എനിക്ക് എൻ്റെ മനസ്സിനെ കോളിളക്കമുണ്ടാക്കിയൊരു ഒരു പാസേജാണത്. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 31 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കാം. ഞാൻ പറയുമ്പോൾ നിർത്തിയാൽ മതി, വലിയ പാസേജാണ്. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാട്ടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തനെ നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്യും. അതിന് അവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ട് നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവൻ അവരോട്, ഈ ഏറ്റവും ചെറിയവൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം അരുളും. അവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. മതി, നമ്മൾ നിത്യജീവങ്കിലേക്ക് പോകുമോ നിത്യദണ്ഡനത്തിലേക്ക് പോകുമോ? ഇപ്പോൾ വായിച്ച വേദവചന ഭാഗത്തിൻ്റെ അതിനെ അനുസരിച്ച് നമ്മൾ നിത്യദണ്ഡനത്തിലേക്ക് പോകുമോ നമ്മൾ നിത്യജീവനിലേക്ക് പോകുമോ? ഭയങ്കര പ്രശ്നമാണ്. ഞാനിത് ഒരു പ്രാവശ്യം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ അതെ ജാതികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു പുള്ളിക്ക് ഒഴിവാകാൻ വേണ്ടിയിട്ട്. ജാതികൾ എന്ന വാക്കിനെ യഹൂദമല്ലാത്ത എല്ലാവരും ഉപയോഗിക്കുന്ന പദമാണ് ഒരു പരിധി വരെ, പക്ഷെ നാഷൻസ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു വാക്യം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ലോകസ്ഥാപനം മുമ്പേ ഒരുക്കിയിരിക്കുന്നത്. അത് ജാതികൾക്കൊന്നും അല്ലല്ലോ. ലോകസ്ഥാപനം മുമ്പേ നിത്യത ഒരുത്തിയിരിക്കുന്ന ജാതികൾക്ക് വേണ്ടിയാണോ? ഉടായ്പ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി നോക്കണ്ട, ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. നിത്യദണ്ഡനത്തിലേക്ക് പോകണോ നിത്യജീവനിലേക്ക് പോകണം എന്നുള്ളത്. രക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഇവിടെ, സ്നാനത്തെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. രക്ഷിക്കപ്പെട്ടോ സ്നാനപ്പെട്ടോ അഭിഷേകം പ്രാപിച്ചോ ചോദിച്ചോ കർത്താവ്. അത് വലുതല്ല എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളൊരിക്കലും തെറ്റിദ്ധരിക്കരുത്. അതൊക്കെ അതിനർഹിക്കുന്ന അതേ ഗ്രാവിറ്റിയിൽ നമ്മൾ അതിനെ കണക്കാക്കണം. പക്ഷേ ഇതില്ലാതെ അങ്ങോട്ട് പോകില്ല എന്നാണ് പറഞ്ഞത്.
കുറിച്ചു വെച്ചോണം, ഇല്ലെങ്കിൽ എന്നോട് തമ്പുരാൻ ചോദിക്കും. നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. രോഗിയെ കാണുവാനും അവനെ ആശ്വസിപ്പിക്കുവാനും പ്രാർത്ഥിച്ചാൽ മാത്രമൊന്നും പോരാ. കാശില്ലാത്തവനെ നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് അവനെ സഹായിക്കാനും, നമ്മുടെ എൻകറേജ്മെൻറ്റ്, ഒരു സ്വാന്തനം ആവശ്യമുള്ളവനെ വീട്ടിൽ പോയി കാണുക, തടവിൽ നിന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ തടവിൽ പോകേണ്ട ആ ഒരു സിറ്റുവേഷൻ, എന്നാലും തടവിൽ പോകുന്ന മിനിസ്ട്രിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും ചെയ്യാത്തവൻ ഇങ്ങോട്ട് പോരണ്ടെന്ന്. ലോക സ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾക്കായിട്ട് ഒരുക്കി ആർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത് പോലെ ഭക്ഷിപ്പാൻ കൊടുത്തവന്, കുടിപ്പാൻ കൊടുത്തവന്, അതിഥിയായിട്ട് ചേർത്തുകൊള്ളവന്, ഉടുപ്പിച്ചവന്, ഇവർക്കൊക്കെ വല്ലതും കൊടുത്തവൻ കയറിക്കൊള്ളാനാണ് പറയുന്നത്. അവിടുത്തെ പുസ്തകത്തിൽ വല്ലതും കാണുമോ? വെളിപ്പാട് പുസ്തകത്തിലെ അതിൻ്റെ 20:12 പറയുന്നുണ്ട്, അന്ന് പുസ്തകങ്ങൾ തുറക്കപ്പെട്ടു. ഒരു പുസ്തകം മാത്രമല്ല, ജീവൻ്റെ പുസ്തകം എന്നൊരു പുസ്തകവും തുറന്നു. ജീവൻ്റെ പുസ്തകത്തിൽ പേര് കാണാത്തവനെ തീച്ചൂളയിൽ തള്ളിയിടുന്നുണ്ട്. ആ ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ പുസ്തകങ്ങൾ എഴുതപ്പെട്ടതിനനുസരിച്ച് ന്യായവിധി ഉണ്ടായെന്നും എഴുതിയിട്ടുണ്ട്. ഇവിടെ പറയുകയാണ്, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. ലെസ് ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള, നമ്മുടെ അത്രയും ഒരുപക്ഷെ എന്തെങ്കിലും കാര്യങ്ങളിൽ നമ്മുടെ ഒപ്പം നിൽക്കാൻ കഴിയാത്തവർ, അവരെക്കുറിച്ചാണ് കുറവുള്ളവരെന്ന് പറയുന്നത്. അവർക്ക് വേണ്ടി കരങ്ങൾ നീട്ടുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പടി പോലും കാണാൻ നമുക്ക് പറ്റില്ല. നമ്മളുടെ ഉത്തരവാദിത്വമാണ് സഹോദരനെ താങ്ങുക എന്ന് പറഞ്ഞാൽ. വെറുതെ ഘോരം പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. ഇത് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ്. യാക്കോബിൻ്റെ ലേഖനം, അതിന് 1-2 വാക്യങ്ങൾ ഞാൻ പിന്നീട് വായിക്കാം. വായിച്ച് നോക്കണം, ഇന്നെങ്കിലും വീട്ടിൽ പോയിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. വളരെ ശക്തമായിട്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതം കൊണ്ട് നാം നമ്മുടെ വിശ്വാസത്തെ തെളിയിക്കണം. ഞാൻ പറയുന്നത് അങ്ങനെ തന്നെയാണെന്ന് എൻ്റെ ജീവിതത്തിലെ പ്രവൃത്തി കണ്ടാണ് ഈ ലോകം മനസ്സിലാക്കേണ്ടത്. കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ചെയ്യുന്നത് ആൾക്കാർ നോക്കിക്കാണണം. മനസ്സ് സ്നേഹം വെച്ചുകൊണ്ടിട്ട് കാര്യമൊന്നുമില്ല. മാക്സിമം നമ്മളെന്ത് ചെയ്യും, ഒരു ആരാധനയുടെ സമയത്ത് കൈയൊക്കെ പൊക്കി കണ്ണൊക്കെ കണ്ണുനീരൊക്കെ താഴത്തേക്ക് പൊഴിപ്പിച്ചുകൊണ്ട് ഐ ലവ് യു ലോഡ് എന്നൊക്കെ പറഞ്ഞ് നീട്ടിയൊക്കെ പാടും. യാതൊരു കാര്യമില്ല. ഇതൊന്നും മുകളിലേക്ക് എത്തില്ല. ഈ റൂഫ് ഒന്നാമതേ കോൺക്രീറ്റാണ്, എൻ്റെ അപ്പുറത്തേക്ക് പോവില്ല, ഒരു കാരണവശാലും പോവില്ല. ഈ തട്ടിപ്പും എല്ലാം കർത്താവിനറിയാം. 2 പ്രാവശ്യം കൈ ഉയർത്തി പാടിയത് കൊണ്ടോ 3 പാട്ട് നന്നായി പാടിയത് കൊണ്ടോ കുറച്ചേറെ സമയം നമ്മൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടോ ഒന്നും ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ ആരാധന കൊണ്ട് മാത്രം പ്രസാദിക്കുന്ന നല്ല ദൈവം. നമ്മൾ ആരാധിക്കുന്ന സന്തോഷമാണ് അവന്. ആരാധന എന്ന് പറയുന്നത് അവൻ്റെ മഹത്വം കണ്ട് ഞാൻ ഒന്നുമില്ലെന്ന് പറയുന്നതാണ്. അത് ദൈവത്തിന് ഇഷ്ടമാണ്. കാരണം അവൻ്റെ മക്കൾ, അവൻ വലിയവനാണെന്ന്, തങ്ങൾ ചെറിയവരാണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി യു ആർ ഗുഡ്, യു ആർ ഗ്രേറ്റ് എന്ന് പറയുന്ന അപ്പന് സന്തോഷം തന്നെയാണ്. പക്ഷെ അത് മാത്രമായിട്ട് നമ്മുടെ ജീവിതം തീരുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അടുത്ത മാസത്തെ ബജറ്റ് ചെയ്യുമ്പം മാറ്റിയിട്ടോണം. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളോട്. നിങ്ങളോട് ആരും പറഞ്ഞെന്നില്ലെന്നെങ്കിൽ ഇനി പറയാൻ പറ്റില്ല. കുഞ്ഞുങ്ങളടക്കം, വീട്ടിൽ നിന്ന് പോക്കറ്റ് മണി തരുന്ന അടക്കം ഷെയർ ചെയ്യാൻ തയ്യാറാവണം. ഇതെന്നെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ, യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ തന്നെ എനിക്കിത് പ്രശ്നം ഉണ്ടാക്കിയതായിരുന്നു. എനിക്ക് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വീട്ടിൽ നിന്ന് പപ്പായും മമ്മിയും 50 രൂപയാണ് പോക്കറ്റ് മണി തരുന്നത്. അന്ന് 50 രൂപ നല്ല വിലയുള്ള സമയം. 2 രൂപയുള്ള ഊണിനുള്ളൂ. 2.5 രൂപ കൊടുത്താൽ 1.5 ഊണ് എറണാകുളത്ത് കിട്ടും. കാരവൻ എന്ന് പറയുന്ന ഒരു ഗംഭീരം ഒരു ഐസ്ക്രീം പാർലറുണ്ട് അവിടെ. ഇന്ന് വളരെ ചെറുതാണ്. അന്ന് അതേ ഉള്ളൂ നല്ലൊരു ഐസ്ക്രീം പാർലർ. അവിടെ പോയിട്ട് ഒരു ഐസ്ക്രീം കഴിക്കാൻ 5 രൂപയാണ്. അധികം ഇന്നൊരു നമ്മൾ 150 രൂപ 200 രൂപയ്ക്ക് ഒരു ഐസ്ക്രീം വന്ന് കിട്ടും 5 രൂപയ്ക്ക്. മാസത്തിൽ ഈ 50 രൂപ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിൽ കണക്കാക്കിയാണ് നമ്മളിരിക്കുന്നത്. ഏതാണ് ഒരു ഐസ്ക്രീം, 2 മസാല ദോശ, ഇടയ്ക്ക് പുറത്ത് പിള്ളേരോടെ കറങ്ങാൻ കടല, ആ പരിപാടികളൊക്കെ കൂട്ടിയാണ് 50 രൂപ എല്ലാം കൂടെ ഒപ്പിക്കുന്നത്. 50 രൂപ ധാരാളം മതി. വളരെ, അന്ന് കോളേജ് ഹോസ്റ്റൽ ഫീസ് 200 രൂപയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന തോമസിന് ഫീസ് കൊടുക്കാൻ കാശില്ലെന്നറിയുന്നത്. തോമസിൻ്റെ വീട്ടിൽ ICPF ചരൽക്കുന്ന് ക്യാമ്പ് കഴിഞ്ഞ് ഞങ്ങൾ കയറിയപ്പോൾ മനസ്സിലായി, ചോർന്ന് നിൽക്കുന്നൊരു ചെറ്റപ്പരയാണ്. അപ്പനില്ല, അവന് കാശ് കൊടുക്കാനില്ല. അവൻ്റെ അമ്മ കൂലിവേല എടുത്ത് വളരെ കഷ്ടപ്പെട്ടാണ് അവൻ്റെ ഫീസ് കൊടുക്കുന്നത്. പലപ്പോഴും ഫീസ് കൊടുക്കാനായിട്ട് അവൻ്റെ കയ്യിലില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അത് കണ്ട്
വാസ്തവം പറഞ്ഞാൽ ഞങ്ങളുടെ ഹൃദയം എന്താ പറയുക, ഞാൻ മമ്മിക്ക് വഴി അന്ന് ഫോൺ ചെയ്താണോ വിളിച്ചാണോ പറഞ്ഞു, എനിക്കറിയത്തില്ല. ഒരു 50 രൂപ കൂടെ സംഘടിപ്പിച്ച് തരണമെന്ന് പറഞ്ഞു. എന്തിനാണ് എന്നെ ചോദിച്ചാൽ 50 രൂപ? ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ കൂട്ടുകാരനെ കൊടുക്കാനാണ്, ഇനി പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അയച്ചേക്കാമെന്ന് പറഞ്ഞു. വേറെ 1-2 പേരോടും കൂടെ സംസാരിച്ചു. എല്ലാവരും കൂടി 250 രൂപ തരാമെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് പോരുന്നവരെ ഐസ്ക്രീം കഴിക്കാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ വിട്ടു പോരുന്നവരെ മസാല ദോശയും കഴിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്ന് ചാരിതാർത്ഥ്യമുണ്ട്. തോമസിന് എവിടെയോ വല്ല പൊസിഷനിലാണ്. എൻ്റെ കൈ ഒരിക്കലും ഇങ്ങനെ നീട്ടേണ്ടി വന്നിട്ടില്ല. മറന്നു പോകരുത്, സാധുവിനെ കാണുന്ന കണ്ണുകൾ ആ വ്യക്തിയെ സ്വർഗീയനായ ദൈവവും കാണും. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. ഞാൻ തടവിലായിരുന്നു, നിങ്ങളെ കാണാൻ വന്നില്ല. ഞാൻ രോഗിയായിരുന്നു, ഞാൻ അതിഥിയായിരുന്നു. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മുടെ അത്രയും ഫിനാൻഷ്യലായിട്ട് ഇല്ലാത്തവനെ, സഹോദരനെ കൊടുക്കണം. നമ്മുടെ കൈ മുറിയുമായിരിക്കും ഒരു പക്ഷേ, ബുദ്ധിമുട്ടിയായിരിക്കും നമ്മൾ കൊടുക്കുന്ന ഒരു പക്ഷേ. പക്ഷെ അത് കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന കരങ്ങളിൽ നമ്മൾ രാവിലെ വായിച്ച വാക്യം ഓർക്കുന്നുണ്ടല്ലോ, വിതയ്ക്കുന്നവൻ വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയെ നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ ഫലത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. സാധുവെങ്കിലേക്ക് കൈനീട്ടുവാൻ നമുക്ക് കഴിഞ്ഞേ പറ്റൂ. രോഗിയായിരിക്കുന്നവർക്ക് എത്ര അതിഥികൾ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിൽ? ചോദിക്കേണ്ട ചോദ്യമാണ്. വീട്ടിലെ ബന്ധുക്കളുടെ കാര്യം വിട്, നമ്മൾ എത്ര അതിഥികളെ വീട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ട്? നമ്മുടെ വീട്ടിൽ അതിഥികൾ വരണം. നമ്മുടെ വീട്ടിൽ താമസിക്കാൻ നമ്മൾ ആൾക്കാരെ വിളിക്കണം. ദേവദാസന്മാരോ സാധുക്കളോ ഒക്കെ വരണം. അവിടെ എന്തൊരു താമസിച്ചിട്ട് പോകാൻ പറയണം. അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചൊരു ചരിത്രമുണ്ട്. നമ്മുടെ വീടുകളിൽ ഉള്ള സൗകര്യത്തിൽ നമ്മൾ അതിഥികൾക്ക് സൽക്കാരം ചെയ്യണം. ഇതൊക്കെ ബൈബിളിലുള്ള കാര്യം കേട്ടോ. ഇതൊക്കെ ബൈബിളിലുള്ള കാര്യം തന്നെയാണ്. ഇതിനു വേണ്ടിയാണ് നമ്മൾ വിളിക്കപ്പെടുന്നത്. ഇതൊക്കെയാണ് നാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് വേണം ബാലനെ പഠിപ്പിക്കാൻ. ദൈവത്തെ ജീവിതത്തിന് 1-ാം സ്ഥാനത്ത് കാണുകയും സഹോദരനെ, ആവശ്യക്കാരനെ നമ്മുടെ സ്വന്തം സഹോദരനായി ചങ്കോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന മനുഷ്യനെ ദൈവം കൈവിടില്ല. അവൻ പ്രാർത്ഥിക്കേണ്ടെന്നേ, അവൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കണ്ട. സ്വർഗീയനായ പിതാവ് അവൻ ചോദിക്കുന്നതിന് മുൻപേ അവൻ്റെ ആവശ്യത്തിനുള്ളത് നൽകും. അവനെ ബ്രൂണെ സുൽത്താനോ അവനെ സ്റ്റീവ് ഫോബ്സോ ഒന്നും ആക്കുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അവനെ വലിയ സമ്പന്നനാക്കുമെന്നോ ബിൽഗേറ്റ്സ് ആക്കുമെന്നോ ഒന്നും അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അവൻ ആവശ്യമായത് മെച്ചമായി ദൈവം കൊടുക്കും. ഈ 2 കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാമായി നാം പഠിപ്പിച്ചേ മതിയാകത്തുള്ളൂ. നാം പഠിച്ചേ മതിയാവുള്ളൂ. എന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഇത് ടീച്ചിങ്ങിൻ്റെ പാർട്ട്. 2ാമത് ഡെമോൺസ്ട്രേഷൻ. പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പറഞ്ഞത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. മാതാപിതാക്കളോട് ശുശ്രൂഷിക്കുന്ന ദേവദാസന്മാരായ ഞങ്ങളോട്, ഞാൻ എന്നോട് തന്നെയും കൂടെയാണ് പ്രസംഗിക്കുന്നത്. ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചില്ല എങ്കിൽ പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് പിള്ളേർ പറയും ആ ഉപദേശി ഫ്രോഡാന്ന് പറയില്ലേ? പറയും. പുള്ളി ഇതൊക്കെ പറയും, പുള്ളിയാരെന്ന് നമുക്കറിയാമെന്ന് പറയും. അപ്പൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി പേടി കൊണ്ട് പറയത്തില്ലായിരിക്കും, അവരെ ഉള്ളിൽ എഴുതിയിടും എൻ്റെ അപ്പൻ നമ്പർ 1 ഫ്രോഡാണ്. പള്ളി പറയുന്ന സാക്ഷിയൊക്കെ ചുമ്മാ തട്ടിപ്പാണ് പപ്പായുടെ എന്ന് പറയും. പറയിപ്പിക്കരുത് കേട്ടോ, പറയിപ്പിക്കരുത്. ദൈവം നമുക്ക് വലുതാണെന്ന് നമ്മുടെ മക്കൾ പറയണം. അവർക്കും ദൈവം വലുതാണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടാവണം. അവരത് ഉറയ്ക്കണം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ടെസ്റ്റ്സൊക്കെ വരും. ചില സമയങ്ങളിൽ നമ്മൾ പെട്ടുപോകും. എൻ്റെ മൂത്ത മകൾ 12th പാസ്സായി കഴിഞ്ഞപ്പം ചർച്ചിലെ മിക്ക കുഞ്ഞുങ്ങളും എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് പോകാനായിട്ട് തീരുമാനിച്ചു. സൺഡേ ആണ് കോച്ചിങ് മെയിൻ നടക്കുന്നതല്ല. ഓഫ് കോഴ്സ് എക്സാമിന് പോയേ പറ്റത്തുള്ളൂ, കാരണം സൺഡേ ആണെങ്കിൽ നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല, നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ 1 വർഷം 2 വർഷം മുഴുവൻ +10 തൊട്ട് +2 വരെയുള്ള ക്ലാസ് സമയം, 10th കഴിഞ്ഞപ്പോഴാണ് 10th തൊട്ട് +2 വരെയുള്ള എല്ലാ ഞായറാഴ്ചകളിലും ആരാധന മുടക്കി വേണം കോച്ചിങ്ങിന് പോകാൻ. അതല്ലാത്ത സമയത്ത് പോകുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയാം. അവിടെ പകലേ ഇതുള്ളൂ. എല്ലാവരും എൻട്രൻസിന് വേണ്ടി പോകാനായിട്ട് തീരുമാനിച്ചപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മോളോടൊന്ന് ചോദിക്കാം, നിനക്ക് പോകണമെന്ന്. വിടാൻ പോകുന്നില്ല എന്നുള്ള വേറെ കാര്യം, എൻ്റെ തീരുമാനമാണ്.
പക്ഷെ അവൾ എന്ത് പറയും? ലിസിനെ കുറിച്ചാണ് പറയുന്നത്, മൂത്തവൾ. ഞാൻ ചോദിച്ചു, ലിസ് നിനക്ക് എൻട്രൻസിൻ്റെ ഇന്ന ആൾക്കാരൊക്കെ എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് പോയല്ലോ, നിനക്ക് പോകണോ? പോകണ്ടേ? വാസ്തവം പറഞ്ഞാൽ ഈ ചോദ്യം ഞാൻ ചോദിച്ചിട്ട് ഉള്ളിൽ വിറയ്ക്കുകയായിരുന്നു. എൻ്റെ മകൾ എന്നോട് എന്താണ് ഉത്തരം പറയാൻ പോകുന്നത്? ഡീസൻ്റായിട്ടുള്ള നല്ല മാർക്കൊക്കെ മേടിച്ചു അവൾ പാസ്സായി. അവൾ കുറച്ച് സമയം എന്നെ നോക്കി, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ആരാധന കളഞ്ഞിട്ട് എനിക്ക് ഡോക്ടറും ആകണ്ട എഞ്ചിനീയറും ആകണ്ട, എൻ്റെ ടെസ്റ്റിൽ ഞാൻ പാസ്സായി. എൻ്റെ മക്കളുടെ മുൻപിൽ ഞാൻ ടെസ്റ്റ് പേപ്പറായി നിൽക്കുകയാണ്, എനിക്ക് മാർക്ക് ഇടേണ്ടത് അവരാണ്. ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ഞാൻ പറയുന്നതും ഞാൻ പ്രസംഗിക്കുന്നതും ഒരുപക്ഷെ അവരെ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്, ദൈവമാണ് വലിയത്. എൻ്റെ അപ്പന് ദൈവം വലുതാണെങ്കിൽ ഞങ്ങൾക്കും ഈ ദൈവം വലുതാണ്. നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. സമയം അധികമില്ല. എൻ്റെ പോലെ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിന് 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ജെയിംസ് 1:22-25 വായിക്കാം. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. കേട്ട് മറക്കുകയല്ല, കണ്ണാടിയിൽ രൂപം കണ്ട് വൈകൃതങ്ങൾ ഉണ്ടെന്നും മുഖത്ത് ചെളിയുണ്ടെന്നും മനസ്സിലാക്കിയിട്ട് അത് നേരെയാക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ ആൾക്കാർ പറയുന്നത് മുഖത്ത് ചെളിയിരിക്കുന്നു പറയും. നമ്മുടെ മക്കൾ പറയും, നാം പ്രസംഗിക്കുന്ന സഭയിലെ ആൾക്കാർ പറയും, ഞാൻ പ്രസംഗമൊക്കെ ഉള്ളായിരുന്നു പക്ഷേ മുഖത്ത് ചെളിയിരിപ്പുണ്ടെന്ന് പറയും. മക്കളും പറയും. ദൈവവചനം കണ്ണാടിയാണ്. അതെന്നോട് സംസാരിക്കുന്നത് എന്നിൽ ആദ്യം കറക്ഷൻ ഉണ്ടാക്കണം. നമ്മൾ നമ്മളുടെ മക്കൾക്ക് നല്ല മാതൃകകളായിരിക്കണം. നമ്മളത് ചെയ്യുന്നില്ല എങ്കിൽ സ്വാഭാവികമായി ദൈവം നമ്മോട് സംസാരിക്കുന്ന, ദൈവം നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ആഗ്രഹിക്കുന്നത് സമ്പൂർണ്ണമായിട്ട് നമ്മൾക്ക് നിറവേറ്റാൻ കഴിയാതെ പോവുകയാണ്. ദൈവം നമ്മളെ വചനം പഠിപ്പിക്കുന്നത് വചനത്തിൽ വലിയ അവഗാഹമുള്ളവരായിട്ട് മാറാനൊന്നുമല്ല. ദൈവം നമ്മളെ വചനം പഠിപ്പിക്കുന്നത് അനുസരിക്കാൻ വേണ്ടിയാണ്. അത് നാം തിരിച്ചറിയണം. 1-ാമത്തെ കൽപ്പന പറയുന്നത് എന്താണ്? ദൈവത്തെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം. അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ബൈബിൾ പറയുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുന്നുണ്ട്. എന്താണ് അർത്ഥം? യോഹന്നാൻ്റെ ലേഖനത്തിലല്ലേ, യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായം, യോഹന്നാൻ്റെ ലേഖനം 1-ാമത്തെ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, 5-3. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. മനസ്സിലായല്ലോ? അത് ദൈവത്തിന് സ്തോത്രം 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 പറയുന്ന നല്ല സ്നേഹം. അത് ചെയ്യേണ്ടെന്നല്ല പറയാം, അത് ചെയ്യണം, നന്നായിട്ട് ചെയ്യണം. കൈയടിച്ച് പാടുന്നതല്ല സ്നേഹം, അത് നല്ലപോലെ കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കണം, അതുമല്ല കാര്യം. പക്ഷേ സ്നേഹം എന്ന് പറയുന്നതല്ല, അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നതാണ് സ്നേഹം. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണം. ബാലിനെ പരിശീലിപ്പിക്കണ്ടേ നമുക്ക്? സെക്കൻഡ് പാർട്ടാണത്. നമ്മുടെ സമൂഹത്തെ, നമ്മൾ സുവിശേഷം അറിയിക്കുന്നവരെ നമ്മൾ ട്രെയിൻ ചെയ്യണ്ടേ, അവരെ പരിശീലിപ്പിക്കണ്ടേ, പോകേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണ്ടേ. ഈ അഭ്യസനത്തിൻ്റെ ഭാഗമാണത്. നമ്മൾ വചനം അനുസരിക്കുന്നുവെന്ന് അവർക്കും മനസ്സിലാകണം. പിന്നെ ഞാനൊരു കാര്യം പറയുന്നു, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മുൻപോട്ട് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും അനുസരണം നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യില്ല. അത് പിള്ളേർ ചിലപ്പോൾ ചൂണ്ടിക്കാണിച്ചൊന്നും ഇരിക്കും. അപ്പം എന്താ പറയുന്നത്, തടി തപ്പാൻ നോക്കല്ല, പറയണം കുഞ്ഞെ എനിക്കങ്ങനെ പറ്റുന്നില്ലടാ, ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയണം. അത് മതി. എനിക്ക് അനുസരിക്കുവാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടും അനുസരിക്കാൻ കഴിയാതെ പോകുന്ന ഇടങ്ങൾ, എൻ്റെ നേരെ കുറ്റമായിട്ടോ ഒരു ആരോപണമായിട്ടോ എൻ്റെ മക്കളോ എൻ്റെ സഭാംഗങ്ങളോ പറയുമ്പോൾ, അച്ചായ പാസ്റ്ററെ അത് ശരിയല്ല കേട്ടോ എന്ന് പറയുമ്പോൾ, കുഞ്ഞെ നീ പറഞ്ഞ ശരിയാണ്, ആ കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒരു ക്രമീകരണത്തിനായി എന്ന് പറയാൻ ചങ്കൂറ്റം ഉണ്ടായാൽ മതി. നമ്മൾ കുറവില്ലാത്ത മിടുക്കന്മാരൊന്നുമല്ല. തലയുടെ പുറകിൽ ഹാലോ വരച്ചു വെച്ച് നടക്കേണ്ട വിശുദ്ധന്മാർ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. വീഴ്ചകളും തെറ്റുകളും കാലിടലുകളും സംഭവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ പച്ച മനുഷ്യരാണ്. ദൈവസന്നിധിയിലും കൂട്ടുകാരോട് സമ്മതിക്കാൻ മനസ്സുണ്ടായാൽ മതി.
തിരുത്താൻ്റെ മനസ്സുണ്ടായാൽ മതി. അതാണ് ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. പ്രാക്ടിക്കലായിട്ട് നാം ചിന്തിക്കണം. അല്ല, ഞാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറഞ്ഞു പോകും. ഇല്ല, തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുന്നത് നമ്മളുടെ വളർച്ചയാണ് കാണിക്കുന്നത്, നമ്മളുടെ ഹൈറ്റിനെയാണ് കാണിക്കുന്നത്. അതെപ്പോഴും നാം തിരിച്ചറിയണം. പ്രാക്ടിക്കൽ ലൈഫിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നാം മറന്നു പോകരുത്. ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയണം. ദൈവത്തെ വലുതായി നാം കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിൽ റിഫ്ലക്റ്റ് ചെയ്യണം. വീട്ടിൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഇത് കണ്ടുകൊണ്ടായിരിക്കുന്നത്. വീട്ടിൽ എത്ര ശമ്പളം വരുന്നുണ്ടെന്ന് അവർക്കറിയാം, അതിൽ എത്രമാത്രം ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ടെന്ന് അവർക്കറിയാം. കയ്യിൽ കാശിരിക്കുമ്പോൾ, ചർച്ചിന് കൺവെൻഷൻ വന്നു, ചർച്ചിൻ്റെ പണി വന്നു, കയ്യിൽ കാശിരിക്കെ തന്നെ ഒരു 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ, വാട്ടവർ, ഞാൻ നമ്പറൊന്നും പറയുന്നില്ല, ആ കഴിവനുസരിച്ച് മാത്രം അതിനേക്കാൾ കുറവ് കൊടുക്കണം. മക്കളത് കാണും, അവർ കാണുന്നുണ്ട് അപ്പൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശിരിപ്പുണ്ട്. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് വളരെ തുച്ഛമായ ഒരു എമൗണ്ടാണ് അവർ ദൈവരാജ്യത്തിൻ്റെ പണിക്ക് വേണ്ടി കൊടുത്തെന്ന് മക്കൾ അപ്പനും അമ്മയ്ക്കും വിലയിടും. മക്കൾ ചോദിക്കണം, എടുത്ത് കൊടുക്കുന്ന കാണും മക്കളെ, അപ്പോൾ ഇത്രയും കൊടുത്താൽ നമ്മുടെ ഭാഗ്യമാണോ എന്ന് പിള്ളേർ ചോദിക്കണം. എടാ, ദൈവം പുലർത്തുമെന്ന് പറയാൻ അപ്പന് ഗട്ട്സ് ഉണ്ടാകണം. അതാണ് ദൈവികത എന്ന് പറയുന്നത്, അതാണ് ദൈവത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. പണം ദൈവത്തോടുള്ള സ്നേഹത്തെ കൊടുക്കുന്ന ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ്. പണം കൊടുക്കുന്നതിലാണ് കാര്യം എന്നൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അതിലും കാര്യമുണ്ടെന്നേ. പണമെന്ന് പറയുന്നത് എൻ്റെ ലൈഫ് വിറ്റിരിക്ക് കിട്ടുന്ന കാശാണ്. 8 മണിക്കൂർ ഞാൻ ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നെങ്കിൽ, ഗവൺമെൻറ്റിന് വർക്ക് ചെയ്യുന്നെങ്കിൽ, എൻ്റെ ജീവിതത്തിൻ്റെ 8 മണിക്കൂർ വിറ്റിട്ട് കിട്ടുന്ന പണമാണത്, എൻ്റെ ജീവനാണത്. അത് ഞാൻ കൊടുക്കണം. ധാരാളമായി ഔദാര്യമായി ദൈവത്തിന് കൊടുക്കണം, ഔദാര്യമായി ധാരാളമായി സാധുവിന് കൊടുക്കണം, കൈ മുറിഞ്ഞു കൊടുക്കണം. അപ്പോൾ വിതയ്ക്കുന്നവൻ്റെ കയ്യിലേക്ക് ധാരാളമായി കൊടുക്കുമെന്ന് നമ്മൾ രാവിലെ കേട്ടതുപോലെ ധാരാളമായി അവൻ വീണ്ടും തരും. എന്തിനാണെന്നറിയാമോ? വീണ്ടും കൊടുക്കാൻ. ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം, നമ്മളിത് കാണിച്ചു കൊടുക്കണം സന്തോഷത്തോടെ. ഓരോ വാരിക്കൂട്ടുന്നതിലെ ആനന്ദത്തെക്കാൾ കൊടുക്കുന്നതിൽ ആനന്ദമുള്ളവരായിട്ട് ദൈവമക്കൾ മാറണം. കിട്ടുമ്പോൾ ഭയങ്കര തകർപ്പ്, സാക്ഷ്യം, തലകുത്തി നിന്ന് കൈയടി, എന്തൊക്കെയാ പരാക്രമങ്ങളെ കാണിക്കുന്നത്. അതല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണെന്നറിയാമോ? വാരിക്കൂട്ടുന്നതിലുള്ള ആനന്ദത്തെക്കാൾ കൊടുത്ത് കൊടുത്ത് പെയ്തൊഴിയുന്ന ആ മഹാസ്നേഹമാണ് ദൈവം നമ്മളിൽ പ്രതീക്ഷിക്കുന്നത്. ഇതാ ക്രിസ്തീയത പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ സുവിശേഷം പറഞ്ഞിട്ടും ആരും ഇങ്ങോട്ട് പോരാത്തെ? ഇതൊന്നും കാണുന്നില്ലെന്നേ, ഇതൊന്നും നമ്മളിൽ കാണുന്നില്ല. EMS നമ്പൂതിരിപ്പാട് പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികളെ വിശ്വസിക്കരുത്. അവർ വിശ്വസിക്കുന്നു പറയുന്ന പുസ്തകം പറഞ്ഞതൊക്കെ ശരിയാണെന്ന് അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ അവർ നിന്ന് ജീവിക്കുന്നവർ ജീവിക്കത്തില്ലായിരുന്നു. എന്തോ ഒരു കഷ്ടമെന്നല്ല ചോദിക്കേ. ഒരു കമ്മ്യൂണിസ്റ്റ് നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം, അയാളുടെ പെർസ്പെക്റ്റീവിൽ. അദ്ദേഹം പറയുകയാണ്, ക്രിസ്ത്യാനികളെ വിശ്വസിക്കരുത്. അവർ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന, സത്യമെന്ന് വിശ്വസിക്കുന്ന ഈ വചനം പറയുന്നത് ശരിക്കും സത്യമായിരുന്നെങ്കിൽ അവരിന്ന് ജീവിക്കുന്നവർ ജീവിക്കത്തില്ലായിരുന്നു. എഴുതി വെച്ച് വീട്ടിൽ പോയിട്ട് നിർന്ന് വായിച്ചു നോക്കിയാൽ മതി നമ്മൾ അങ്ങനെയാണോ ഇല്ലയോ എന്നുള്ളത്. ഒരൊന്ന് പരിശ്രമിച്ചുകൂടെ? ഞാൻ രാവിലെ ചോദിച്ചതുപോലെ ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് ഒന്നും കൂടി സ്റ്റെപ്പും കൂടെ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട്. കേൾക്കുന്ന വചനം ജഡമായി തീരുവാൻ. അതാണ് വചനം ജഡമായി തീർന്നുള്ള പറയുന്നതിൻ്റെ അർത്ഥം അതൊക്കെയാണ്. വചനം അത് എക്സ്പ്രസ് ചെയ്യപ്പെടുകയാണ്, അത് പങ്കുവെക്കപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിലൂടെ. നാം കേൾക്കുന്ന വചനം നമ്മളിലൂടെ അത് നുറുങ്ങി കൊടുക്കപ്പെടുകയാണ്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ പറയുന്നില്ല ഇനിയൊന്നും. പറഞ്ഞതൊക്കെ തന്നെ എനിക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് എനിക്കറിയാം. കർത്താവ് അപ്പം എടുത്ത് കൊടുത്തുകൊണ്ട് ഒരു കാര്യം പറയുന്നത്, നിങ്ങൾക്കായി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എന്താ അതിൻ്റെ അർത്ഥം? ഒരു ഗോതമ്പപ്പം എടുത്ത് ഞുറുക്കിലെടുത്തുന്നുള്ളതാണ് പറഞ്ഞത്. മേ ബി അതുണ്ട് അതിൻ്റെ അകത്ത്. അതിൻ്റെ റെഫറൻസ് ഒട്ടും കുറച്ച് കാണണ്ട. കത്രിമേശയുടെ ഗാംഭീര്യവും അതിൻ്റെ മഹത്വവും ഒട്ടും കുറച്ച് കാണണ്ട. പക്ഷെ കർത്താവ് ഉദ്ദേശം എന്താണെന്നറിയാമോ? ഞാൻ ഞുറുക്കപ്പെടുകയാണ്, പോയി നുറുക്കപ്പെടാനാണ് പറയുന്നത്. അതാണ് മെസ്സേജ് അതിൻ്റെ. ഞാൻ നിങ്ങൾക്കായി നുറുക്കപ്പെടുകയാണ്, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് പോയിട്ട് അപ്പം നുറുക്കണം, അതുപോലെ നിങ്ങൾ നുറുക്കപ്പെടണം, പങ്കുവയ്ക്കപ്പെടണം. ഇതാണ് ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. ദൈവത്തെ എല്ലാമായി സ്നേഹിക്കണം, എൻ്റെ ജീവനേക്കാൾ അധികമായി സ്നേഹിക്കണം. എന്നിട്ട് പാട്ട് പാടണം, എനിക്കുള്ളതിനേക്കാൾ എല്ലാത്തിനേക്കാൾ അധികമായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ആ പാട്ട് പാടും ഭയങ്കര സന്തോഷം നമുക്ക് തോന്നും. നമ്മൾ ദൈവത്തെ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. നമ്മളെക്കാൾ അധികമായി അവനെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയും. പകുത്ത് നൽകപ്പെടണം നമ്മുടെ സഹോദരനെ.
കൂട്ടുകാരനെ മറക്കരുത്. എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നില്ല, ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല, ഞാൻ തടവിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് വന്നില്ല, ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടില്ല എന്ന് കേൾക്കുവാൻ ഇടയാകരുത്. സ്വർഗം കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ 2 കൽപ്പനകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം. ദൈവഹിതത്തിനായി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകുവാൻ നമുക്കത് പഠിക്കാം, നമുക്കത് പ്രായോഗികമാക്കാം, നമുക്കത് പഠിപ്പിക്കാം, നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെ അഗാധതകളുടെ ആഴമളക്കുവാൻ ബുദ്ധിമുട്ടാണ്. ഇന്ന് നമുക്കൊരു തുടക്കമിടാം. ദൈവമേ, നീ എന്നോട് കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുവാനൊരു ആഗ്രഹം എനിക്ക് ആദ്യം തരണം. രണ്ടാമതായി ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തു വരുമ്പോൾ കർത്താവേ, അതെൻ്റെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് ഓരോ ദിവസവും അത് കർത്താവേ അത് ഇംപ്ലാന്റ് ചെയ്യപ്പെടുവാൻ നീ സഹായിക്കണമെന്ന് പറയാം. പ്രിയ പിതാവേ, ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങൾക്ക് നല്ല സമയത്തിനായി സ്തോത്രം. നിൻ്റെ വചനം അത് പാറകളെ തകർക്കുന്ന ചുറ്റുകയാണ്, ഇരുവായ്ത്തലയുള്ള വാളാണ്. ഇന്ന് അടിയൻ പഠിപ്പിക്കുമ്പോൾ അടിയനും വെറ്റേറ്റിട്ടുണ്ട് കർത്താവേ. അതെന്നെ വെട്ടണം, അതെന്നിൽ രൂപാന്തരം ഉണ്ടാക്കണം, എന്നെ കേട്ട അങ്ങയുടെ മക്കളിൽ രൂപാന്തരം ഉണ്ടാക്കണം. ഒരു വലിയ വ്യത്യാസത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകണമേ കർത്താവേ. ലോകം അതിൻ്റെ മോഹമെല്ലാം ഒഴിഞ്ഞു പോകുമല്ലോ, അങ്ങ് വേഗം വരുമല്ലോ കർത്താവേ. നിത്യതയ്ക്കായി ഒന്നും കൂടി ഒരുങ്ങുവാൻ നീ കാണിക്കുന്ന പാതകളിലൂടെ നടക്കുവാൻ നിങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വവും ബഹുമാനവും പുകഴ്ചയും എല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു തമ്പുരാൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.
എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ ഭൂവിൽ ഞങ്ങൾക്കല്ല വാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. ഭൂവിൽ ഞങ്ങൾക്കെല്ലാമാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേദനിച്ച നെഞ്ചനാം. വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേദനിച്ച നെഞ്ചനാം. നിന്റെ മഹത്വത്തിനായി ദീനം ശോഭിപ്പാൻ കൃപ നൽകണമേ. നിന്റെ പൊന്നുനാമമഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. ഉയർന്നിടട്ടെ തീർന്നിടണമേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ എന്നിൽ നിൻ സ്വഭാവം പകരണമേ. ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ. ദിവ്യ തേജസ്സാൽ എന്നെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി ഇന്ന് രാത്രികാലം കർത്താവ് നമ്മളെ കേൾപ്പിച്ച ദൈവവചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ട്രെയിൻ അപ്പ് എ ചൈൽഡ് ഇൻ ദ വേ ദാറ്റ് ഹി ഷുഡ് ഗോ എന്ന് കർത്താവിൻ്റെ വചനത്തിൽ കൂടെ നമ്മളെ ഓർപ്പിക്കാൻ ഇടയായി തീർന്നു.
ആരാ ട്രെയിൻ ചെയ്യുന്നത്? എന്താ ട്രെയിൻ ചെയ്യുന്നത്? ട്രെയിനിങ്ങിനകത്ത് ടീച്ചിങ് ഉണ്ട്, ഡെമോൺസ്ട്രേഷൻ ഉണ്ട് എന്ന് നമ്മളെ കേൾപ്പിച്ചു. എന്താ നമ്മൾ ടീച്ച് ചെയ്യുന്നത്? That God is above everything. God deserves all our respect. God deserves all our love. ദൈവമാണ് എല്ലാത്തിനും എല്ലാം. ദൈവമാണ് എല്ലാത്തിനും മുകളിൽ. ദൈവത്തെ മാനിക്കുന്നത്, ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നത്, ദൈവത്തെ ഓണർ ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മൾ അവരെ പഠിപ്പിക്കണം എന്ന് നമ്മൾ കേട്ടു. പഠിപ്പിച്ചാൽ മാത്രം പോരാ, നമ്മത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നവരായി തീരണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രികാലം നമ്മളെ വിവിധ ഉദാഹരണങ്ങൾ കൂടെ, വിവിധ അനുഭവങ്ങൾ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിപ്പാനിടയായി തീർന്നു. നമ്മൾ അവസാനം കേട്ടതുപോലെ ഫൊർഗെറ്റ്ഫുൾ ഹിയറേഴ്സായിട്ട് നമ്മൾ തീരാതെ, കേട്ടിട്ട് മറന്നു പോകുന്നവരായിട്ടല്ല, പിന്നെയോ ആ കണ്ണാടിയിലൊന്ന് ചൊവ്വിനെ നോക്കി, കർത്താവ് എൻ്റെ ജീവിതത്തിലുള്ള കുറവ്, കർത്താവ് എനിക്ക് തന്ന, ഇന്ന് രാവിലെ നമ്മൾ കേട്ടു, ഇന്നലെ നമ്മൾ കേട്ടൊരു കാര്യമാണ്, നമ്മൾ കൊടുക്കുന്ന പേച്ചക്കല്ല കർത്താവ് നമ്മൾ നോക്കുന്നത്. ബട്ട് ഹി ലുക്സ് അറ്റ് ദ പാസ് ബുക്ക്. ഡിനോമിനേറ്റർ ഓൾസോ മാറ്റേഴ്സ്. കർത്താവിന് ഡിനോമിനേറ്ററാണ് മാറ്റർ ചെയ്യുന്നത്, ന്യൂമറേറ്റർ അല്ല. ന്യൂമറേറ്റർ കർത്താവ് നോക്കത്തില്ലെന്നല്ല, പക്ഷേ ഹി ലുക്സ് ഓൾസോ അറ്റ് ദ ഡിനോമിനേറ്റർ. എത്രയിൽ നിന്ന് എത്ര കൊടുത്തത്? വിധവ 2 കാശിട്ടപ്പോൾ ഉള്ളതെല്ലാം കൊടുത്തെന്ന് കർത്താവ് കണ്ടു. നമ്മുടെ ദൈവത്തെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ കൽപ്പന അതോട് സമം, അതിനോട് ഇക്വേറ്റ് ചെയ്തിട്ടാണ് കർത്താവ് പറയുന്നത്, നിൻ്റെ കൂട്ടുകാരനെ, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം, എന്നെപ്പോലെ തന്നെ എൻ്റെ സഹോദരനെ സ്നേഹിക്കണം. അങ്ങനെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവത്തെ നമ്മൾ പൂർണ്ണമായി സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന് നമ്മുടെ പൂർണ്ണ ആരോഗ്യം, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ശക്തി, പൂർണ്ണ ആത്മാവ് ഓടുകൂടെ കർത്താവിനെ സ്നേഹിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടോ? വീഴ്ചകളുണ്ടെങ്കിൽ കർത്താവിനോട് നമുക്ക് ദൈവത്തോട് സമ്മതിക്കാം. കർത്താവേ, വീഴ്ചകളേ ഉള്ളൂ, കുറവുകളേ ഉള്ളൂ കർത്താവേ, സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ, നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞേക്കുന്ന ആ കൽപ്പനയുടെ മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. പറ്റിയിട്ടുണ്ടോ? നമുക്കറിയാവുന്ന സാധുക്കളെ, നമ്മുടെ കൂടെയുള്ള സാധുക്കളെ, നമ്മുടെ അത്രയും ഫോർച്ചുനേറ്റ് അല്ലാത്തവരോട് ഹൗ ഡിഡ് വി ഡീൽ വിത്ത് ദം? മുറിയുന്നത് പോലെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നോകുന്നത് പോലെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവിനോട് ചോദിക്കുക. സ്തോത്രം. കർത്താവ് അത് കാണുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ ഹംഗ്രി ആയിരുന്നു, ഞാൻ വിശന്നിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ തടവിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ വന്ന് കണ്ടു. കർത്താവ് പറഞ്ഞു, അവർ ചോദിച്ചു, കർത്താവ് എപ്പോഴാണ് ഈ ചെറിയ ഒരാളോട് ചെയ്തത് നിങ്ങൾ എനിക്ക് ചെയ്തു? അപ്പം നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ കൂട്ടു സഹോദരങ്ങളോട്, നമുക്കറിയാവുന്ന സാധുക്കളോട് ചെയ്യുന്നത് കർത്താവ് കാണും. It says, whatever you do to the least of these, you do it to me. അങ്ങനെ അക്കൗണ്ട് എഴുതുന്നത്. അങ്ങനെ എഴുതിയിട്ടുണ്ടോ? നമ്മുടെ പേരിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ കേട്ടതുപോലെ അടുത്ത മാസത്തെ ബജറ്റിൽ നമ്മളത് ഉൾക്കൊള്ളിക്കണം. കർത്താവെ, നിരന്തരമായി ചെയ്യാൻ, സാധുക്കളോട് പുറംതിരിച്ച് കാണിക്കാതെ, കർത്താവെ, യഥാർത്ഥ ക്രിസ്തുവിൻ്റെ സ്നേഹം അവരോടും പകരുവാൻ ഉള്ള കൃപ എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ക്രിസ്ത്യ ജീവിതം പ്രാവർത്തികമാകട്ടെ. ക്രിസ്ത്യ ജീവിതം നമ്മളിൽ കൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർ കാണട്ടെ. സ്തോത്രം. അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ പറയട്ടെ, ഈ ദൈവത്തെ ഞാനും അങ്ങനെ സ്നേഹിക്കും, ഈ ദൈവത്തെ ഞാനും അങ്ങനെ പിൻപറ്റും, ഈ ദൈവത്തിന് വേണ്ടി ഞാനും ജീവിക്കുമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവിതം കണ്ട് അവർ പഠിക്കട്ടെ. Train up a child in the way that he should go. Even when he is old, he will not depart from it. Hallelujah. നമ്മൾ കേട്ടതുപോലെ നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുതുന്ന നമ്മുടെ ടെസ്റ്റ് പേപ്പറാണ്. നമ്മളത് പാസ്സാകാൻ കർത്താവ് സഹായിക്കട്ടെ. What is the model that we are setting before our children? Hallelujah. ശ്രേഷ്ഠമേറിയ, ഉന്നതമേറിയ ഒരു മാതൃക
നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ, നമ്മുടെ സഭയുടെ മുമ്പിൽ, നമ്മുടെ ദേശത്തിന് മുമ്പിൽ വെക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മളെ തന്നെ ശോധന ചെയ്യാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രേക്ഷക ഉപാസം മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് ക്ലോസ് ചെയ്യും. നമ്മുടെ സഭയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് പകലും രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്ത കർത്തദാസൻ ഡോക്ടർ സിനി ജോയ്സ് മാത്യുവിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ശുഭാസം പ്രാർത്ഥിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.